ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും പ്രിയങ്കരിയായ നടിയാണ് മല്ലിക സുകുമാരൻ. നടന്മാരായ ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും അമ്മയായ മല്ലിക ഭർത്താവ് സുകുമാരന്റെ മരണശേഷം മക്കളെ വളർത്തിയതിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ആണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക സുകുമാരൻ തന്റെ മനസ്സ് തുറക്കുന്നത്. ഭർത്താവ് സുകുമാരന്റെ മരണശേഷം മക്കളായ ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും അവസ്ഥ എന്തായിരുന്നുവെന്നാണ് മല്ലിക സംസാരിക്കുന്നത്. അന്ന് 10ലും 12ലും പഠിക്കുകയാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും. വളർന്നു വരുന്നതേയുള്ളൂ. സുകുമാരൻ മരിച്ച ശേഷം 4-5 മാസം രണ്ടുപേരും തന്റെ ഇടവും വലവുമായിരുന്നു കിടന്നിരുന്നതെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. ഇതെന്താ പതിവില്ലാതെ എന്ന് താൻ ചോദിക്കുമായിരുന്നുവെന്നും മല്ലിക ഓർക്കുന്നു. സ്കൂളിൽ പോയി വന്നാൽ വല്ലതും കഴിച്ച് ഇരുവരും തന്റെ ചുറ്റും വന്നിരിക്കും. അമ്മ എന്തിനാണ് ഇപ്പോഴേ കിടക്കുന്നതെന്ന് മക്കൾ ചോദിക്കും. ഒന്നുമില്ല, വെറുതെ കിടന്നതാണെന്ന് താൻ അവരോട് മറുപടി പറയും. സുകുമാരന്റെ മരണശേഷം അമ്മ കൂടെ വന്ന് നിൽക്കുമായിരുന്നുവെന്നാണ് മല്ലിക പറയുന്നത്. താൻ ഡിപ്രസീവായി ഇരിക്കുന്നതോ അല്ലെങ്കിൽ മൂഡ് ഓഫ് ആകുന്നതോ ഒക്കെ മക്കൾ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ടെന്ന് പോകെ പോകെ തനിക്ക് മനസ്സിലായി എന്നും തനിക്കത് വല്ലാത്ത പേടിയായി എന്നും മല്ലിക തുറന്നു പറഞ്ഞു. മക്കളെ പഠിപ്പിക്കണം, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അന്തസ്സായി മറുപടി നൽകാൻ സാധിക്കണം, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ സുകുമാരൻ എപ്പോഴും പറയുമായിരുന്നുവെന്നും മല്ലിക പറയുന്നുണ്ട്. സുകുമാരന്റെ മൃതദേഹത്തിനരികിൽ അനങ്ങാതെ നിൽക്കുന്ന പൃഥ്വിരാജിന്റെ വീഡിയോ ഒരു കാലത്ത് വൈറലായിരുന്നു. അതേക്കുറിച്ച് മല്ലിക സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും പൃഥ്വിരാജിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി നടക്കും. പലരും പറയും ആ ശീലം മാറ്റണമെന്ന്. മൂത്ത മകൻ ഇന്ദ്രജിത്തിനെ പോലെ ഒന്ന് കരഞ്ഞാലും കുഴപ്പമില്ല, ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കരുതെന്ന് എപ്പോഴും താൻ പറയാറുണ്ട്. അന്ന് കൊച്ചു കുഞ്ഞല്ലേ എന്നും കുറച്ചൊക്കെ ഇപ്പോൾ മാറിക്കാണുമെന്നും മല്ലിക കൂട്ടിച്ചേർത്തു. ഓർക്കാപ്പുറത്ത് ഇന്നലെ വരെ കൂടെയുണ്ടായിരുന്ന അച്ഛനങ്ങ് പോയി എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ അന്ന് മക്കൾക്ക് വലിയ പ്രയാസമായിരുന്നുവെന്നും മല്ലിക ഓർക്കുന്നു. താൻ പതിയെ പതിയെ മാറി തുടങ്ങി. സീരിയലുകളിൽ അഭിനയിക്കാൻ തുടങ്ങി. തമാശയൊക്കെ പറഞ്ഞ് അവരെയും മാറ്റിയെടുത്തുവെന്നും മല്ലിക പറയുന്നു. അവർ പഠിക്കാനൊക്കെയായി ഓരോ സ്ഥലത്തൊക്കെ പോയി എന്നും അപ്പോഴാണ് തനിക്കൊരു സമാധാനമായതെന്നും താൻ അങ്ങനെ ഇരുന്നിരുന്നുവെങ്കിൽ മക്കളുടെ ഈ നേട്ടങ്ങളൊക്കെ നഷ്ടമാകുമായിരുന്നല്ലോ എന്ന് തനിക്ക് തോന്നിയത് അപ്പോഴാണെന്നും അതിനുശേഷം അവരുടെ മുന്നിൽ താൻ മൂഡ് ഓഫ് ആകാറില്ലെന്നുമാണ് താരം പറയുന്നത്. ഇപ്പോഴും താൻ എവിടെയെങ്കിലും മിണ്ടാതിരിക്കുന്നത് കണ്ടാൽ രണ്ടാളും ചോദിക്കും, മല്ലിക സുകുമാരൻ എന്ന മൂഡ് ശരിയല്ലല്ലോ, എന്തു പറ്റിയമ്മേ എന്ന് മക്കൾ രണ്ടുപേരും തന്നോട് ചോദിക്കും. തന്നെ കണ്ടാൽ അവർക്ക് മനസ്സിലാകും എന്തോ സംഭവമുണ്ടെന്ന്. ലോകത്തിന്റെ ഏത് മൂലയിൽ കിടന്നാലും സുകുമാരന്റെ ഓർമ്മദിനത്തിൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും കൃത്യമായി വരികയും ബലിയിടുകയും ചെയ്യുമെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. അമ്മ പറഞ്ഞാൽ അനുസരിക്കുകയും അമ്മയ്ക്കൊരു ആവശ്യം വന്നാൽ കൂടെ നിൽക്കുകയും ചെയ്യുന്ന 2 മക്കളെ കിട്ടിയതാണ് തന്റെ ഏറ്റവും വലിയ ധനമെന്നും മല്ലിക പറയുന്നുണ്ട്. അതേസമയം മല്ലിക വസന്തം അറ്റ് 50 എന്ന പരിപാടിയിൽ മക്കൾ അമ്മയെ പറ്റി പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അമ്മ കഴിഞ്ഞിട്ടേയുള്ളൂ ജീവിതത്തിൽ മറ്റൊരു ശക്തി എന്നാണ് പൃഥ്വിരാജ് മല്ലിക വസന്തം അറ്റ് 50 എന്ന പരിപാടിയിൽ പറഞ്ഞത്. അച്ഛൻ മരിച്ച ശേഷം അച്ഛനുമായി ആംബുലൻസിൽ പോയി നിമിഷങ്ങൾ പങ്കുവച്ചപ്പോൾ തൊണ്ടയിടറുന്ന പൃഥ്വിരാജിനെ കണ്ട് മല്ലിക സുകുമാരന്റെയും ചേട്ടൻ ഇന്ദ്രജിത്തിന്റെയും കണ്ണുകൾ നിറയുന്ന വീഡിയോയും വൈറലായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.